أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 112ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമീങ്ങളായി നമ്മെ കബൂലാക്കട്ടെ. തദ്രീബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുലോക വിജയത്തിനും നിമിത്തമായ വലിയൊരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലുമൊക്കെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവർക്കും, അതോടൊപ്പം തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. തദ്രീബ് കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ഈ വർഷം ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ പേര് പോയി. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സ്വീകരിക്കുന്ന വിധത്തിലുള്ള മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറയുന്നത് അതൊരു വലിയ മനുഷ്യ മഹാസംഗമമാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇസ്ലാം കാര്യം 5, അതിലൊന്നാണ് ഹജ്ജ്. ക്യാഷ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അഭിമാനമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടായാലും ഹജ്ജിന് മക്കയിലെത്തുക എന്നത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അതിന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളി കേൾക്കണം, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ വിളി കേൾക്കുന്നവരാണ് ഹജ്ജിനും ഉംറക്കുമൊക്കെ മക്കയിലെത്തുന്നത്. അങ്ങനെ മക്കയിലെത്തുന്നവരിൽ തദ്രീബ് കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹജ്ജ് അത്തരത്തിലുള്ള ഹജ്ജായി കബൂലാക്കട്ടെ. ആമീൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ്, അവിടെ വെച്ച് ആ പറഞ്ഞ ഇബാദത്തുകൾ നിർവഹിക്കാനാണ് അവരൊക്കെ പോകുന്നത്. നമുക്കും ആ വിശുദ്ധ ഭൂമിയിലെത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് തവണ മക്കയിലെത്തണം, മദീനയിലെത്തണം. മക്കയെ, മദീനയെ പ്രണയിക്കാത്ത, ആശിക്കാത്ത വിശ്വാസികൾ ആരുണ്ടാവുക? ആരും ഉണ്ടാവില്ല. ഹജ്ജിനും ഉംറക്കും എന്ന് പറയുമ്പോഴോ പ്രത്യേകിച്ചും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മക്കയിലെത്തിക്കട്ടെ, മദീനയിലെത്തിക്കട്ടെ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹജ്ജിന് പുറപ്പെടുന്ന, ഹജ്ജിന് പോയ ഈ തദ്രീബ് കുടുംബത്തിലെ മുഴുവൻ ആളുകളോടും കുടുംബക്കാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി
നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഒരു വാചകം ഉണ്ടായിരിക്കണേ, എല്ലായ്പ്പോഴും എപ്പോഴും എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ചെല്ലുന്നത് കഅബ ഷരീഫിൻ്റെ അടുക്കലേക്കാണ്. വെറുതെ നോക്കിയാൽ കൂലി കിട്ടുന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു കല്ലു പതിച്ച, എന്താ പറയാൻ വാക്കുകളില്ല, ആ കഅബയിലേക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് ഒരുപാട് പുണ്യസ്ഥലങ്ങൾ, സഫയും മറുവയും ഹിജ്ർ ഇസ്മായിലും ഇങ്ങനെ തുടങ്ങി എല്ലാം. പിന്നെ പോകുന്നത് മദീനയിലേക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്കാണ്, മുത്തുനബിയുടെ ചാരത്തേക്ക്. പഠിച്ചവനെ, അവർക്കെല്ലാവർക്കും മർദിയായ സിയാറത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുമെന്ന് എല്ലാവർക്കും വേണ്ടിയും അറിയിക്കുകയാണ്. ദുആ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയൊന്നുമല്ല, അത് വലിയ വിഷയം തന്നെയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു ആയുധമാണ് ദുആ എന്നത്. ആയുധം നമ്മളെപ്പോഴാണ് ഉപയോഗിക്കുക എന്നതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട സമയമാണ് ദുആ. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ മുത്തുനബിയുടെ ചാരേ, മക്കയിൽ, മദീനയിൽ, ബദറിൽ, ഉഹദിൽ ഇങ്ങനെ തുടങ്ങി സന്ദർശിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ദുആ ചെയ്യണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും എന്ന് വാക്ക് തരുന്നു. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ വിധി കൂട്ടണേ അല്ലാഹ്. ഓക്കെ, പറഞ്ഞു വന്നത് തദ്രീബ് കൊണ്ട് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ലാഭങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് വരാം. എന്താ വിഷയം? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിർബന്ധമാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അക്ഷരങ്ങളുടെ മഖ്റജ്, സിഫത്ത് പോലുള്ളവ ശ്രദ്ധിച്ച് കൃത്യമായി ഓതുക എന്നതാണ്, വ്യക്തമായി പാരായണം ചെയ്യുക എന്നതാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അക്ഷരങ്ങളുടെ മഖ്റജുകൾ പഠിച്ചു അല്ലേ? ഓരോ അക്ഷരവും വരുന്ന, പുറപ്പെടുന്ന സ്ഥാനം കണ്ടുപഠിച്ചു, കേട്ടുപഠിച്ചു. നിങ്ങൾ നോക്കിയേ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്രയും നേർത്ത രൂപത്തിൽ നാവിൻ്റെ തല, നാവിൻ്റെ മുതുക്, നാവിൻ്റെ അരു, നാവിൻ്റെ സൈഡ്, പല്ലിൻ്റെ തല, പല്ലിൻ്റെ മുരട്, പല്ലിൻ്റെ ഊന്, ഇങ്ങനെ തുടങ്ങി ഓരോ അക്ഷരവും ഉച്ചരിക്കുമ്പോൾ നാവും പല്ലും തട്ടേണ്ടത് തൊണ്ട, നടു, മധ്യഭാഗം, മുകൾ, താഴെ. നാവ് തന്നെ എത്ര? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ കൃത്യമായിട്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തെ ക്ലിയറാക്കി നമ്മൾ കണ്ടു, കേട്ടു, പഠിച്ചു. തീർന്നോ? ഇല്ല, തീരൂല. ഇനിയുണ്ട് കുറേ പറയാൻ. അക്ഷരങ്ങളുടെ മഖ്റജുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അക്ഷരങ്ങളുടെ സിഫത്തുകളെക്കുറിച്ചാണ് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, തീർന്നില്ലേ ഈ അക്ഷര പഠനം? ഇല്ല, തീർന്നില്ല. കുറച്ചും കൂടെ ഉണ്ട്. അക്ഷരങ്ങളുടെ സിഫത്തുകൾ പലപ്പോഴും പല ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കണേ, എക്സാമൊക്കെ വരാൻ പോവുകയാണ് കുറച്ച് കഴിഞ്ഞാൽ. സിഫാത്തുൽ ഹുറൂഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതിലെ ഭാഗങ്ങളൊക്കെ ശരിക്കും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മൾ ശരിക്കും ഗ്രഹിക്കേണ്ടതുമായ വിഷയമാണ്. അതുകൊണ്ട് അക്ഷരങ്ങളുടെ സിഫത്തുകൾ, സിഫത്ത് എന്ന് പറഞ്ഞാലേ ശ്രദ്ധിക്കൂ, സിഫത്ത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം വിശേഷണം എന്നാണ്. അപ്പോൾ സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്നായി. വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനല്ലാഹ്, അത് ഓരോ വസ്തുവിനും, ഓരോ സംഗതിക്കും, ഓരോ കാര്യത്തിനും ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യേകമായ അവസ്ഥകൾ അല്ലേ? ഇപ്പോൾ എൻ്റെ വിശേഷണങ്ങൾ ഒരുപാടുണ്ടല്ലോ അല്ലേ? അതിൽപ്പെട്ട ഒന്ന് നോക്കി. ഇപ്പോൾ എൻ്റെ വിശേഷണമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കറുത്ത കോട്ട് ധരിച്ചിരിക്കുന്നു എന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ, കറുത്ത കോട്ടിട്ട് വേറെ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവർക്കും ആ വിശേഷണം ഉണ്ടാവും. കറുത്ത കോട്ട് ധരിച്ചിരിക്കുന്നു, അതെൻ്റെ ഒരു വിശേഷണമാണ്. കറുത്ത കോട്ട് ധരിച്ച വേറെ ആരും ഇല്ലേ? ഉണ്ടെങ്കിൽ അവർക്കും ആ വിശേഷണമുണ്ട്. ഇല്ലാത്തവരില്ലേ?
കറുത്ത കോട്ട് ധരിക്കാത്ത, പച്ചക്കോട്ട് ഇടുന്നവരുണ്ടാവും, ചുവപ്പ് കോട്ട് ഇടുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ വിശേഷണം ഉണ്ടാവുക. കൂടുതൽ പറയാനൊന്നുമില്ല. കണ്ണട ഉപയോഗിക്കുന്നു, അതിൻ്റെ ഒരു വിശേഷണമാണ്. കണ്ണട ഉപയോഗിക്കുന്നവരില്ലേ? ഉണ്ട്. അപ്പോൾ അവർക്കുണ്ട് ഈ വിശേഷണം. അപ്പോൾ ഒരു വിശേഷണം ശരിക്കും മനസ്സിലാക്കുക. ഒരു വിശേഷണം ഒരു സംഗതിക്ക്, ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ഒരാൾക്കുണ്ട് എന്നതുകൊണ്ട് അതേ വിശേഷണം വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്നൊന്നുമില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കണ്ണട ഇല്ലാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? ഇനി അപ്പോൾ നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഒരു വസ്തുവിന്, ഒരാൾക്ക് ഒരു വിശേഷണമുണ്ട്, അതേ വിശേഷണം വേറെയുള്ള ആളുകൾക്കും ഉണ്ടാവാം എന്നായി. സ്വന്തമായ ചില വിശേഷണങ്ങൾ ഉണ്ടാവും ചിലർക്ക്, വേറെ ആർക്കും ഇല്ലാത്തത്. ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ച് നോക്കി, വേറെ ഒരാൾക്കും ഇല്ലാത്ത വിശേഷണങ്ങൾ എനിക്കുണ്ടോ? എനിക്കുണ്ടാവാം. ഞാനിപ്പോൾ അത് ഇവിടെ ഇങ്ങനെ പറയണോ? വേറെ ആർക്കും ഇല്ലാത്ത എനിക്ക് മാത്രമുള്ള വിശേഷണം വേണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് അക്ഷരങ്ങൾക്ക് മാത്രമല്ല, എല്ലാറ്റിനും വിശേഷണമുണ്ട്. അക്കൂട്ടത്തിൽ അക്ഷരങ്ങൾക്കും വിശേഷണം ഉണ്ട് എന്നാണ് പറയാനുള്ള ഒരു കാര്യം. എന്നാലും നമുക്കിപ്പോൾ സിഫത്തിൻ്റെ നിർവചനം അറിയണമല്ലോ അല്ലേ? സിഫാത്തുൽ ഹുറൂഫ് എന്നതിൻ്റെ നിർവചനം വളരെ സിമ്പിളായിട്ട് പറയണേ. ഉച്ചാരണ സമയത്ത് അക്ഷരങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. എങ്ങനെ? ഉച്ചാരണ സമയത്ത് അക്ഷരങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത്. നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അലിഫ് ബ ത സ പറഞ്ഞ് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളം സിഫത്തുകൾ അതിൻ്റെ കൂടെ പറഞ്ഞ് പരിശീലിച്ച് വന്നിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്, എന്താണ് സിഫത്ത് എന്ന് പറഞ്ഞാൽ? ഉച്ചാരണ സമയത്ത് അക്ഷരങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകമായ ശബ്ദവ്യത്യാസങ്ങൾ. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. ത എന്ന ഹർഫ് ത, അതിന് താ താ ത എന്ന് പറയും പോലെ താ താ ത പറ്റൂല, ത പറ്റും. അറബിയിലാണോ ത ത ത ത, മലയാളത്തിലാണോ ത ത ത ത? എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം ഇതാണ്. അറബിയിൽ ത പറയുമ്പോൾ അല്പം കാറ്റിൻ്റെ ഒരു ചലനം അവിടെ ഉണ്ടാകുന്നുണ്ട്. മലയാളത്തിൽ തത്തമ്മ എന്ന് പറഞ്ഞാലോ അതുണ്ടാവുന്നില്ല. മലയാളത്തിലെ തത്തമ്മ ഒരു പൊത്തിൽ 10 കൊത്തുന്നു, അറബിയിൽ തത്ലു തത്തബിഉ കുതുബൽ കുത്താബി തംതന്നു. അല്ലേ? ഇതാണ് സിഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉച്ചാരണ സമയത്ത് അക്ഷരങ്ങൾക്കുണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾ. ചില അക്ഷരങ്ങൾ തടിപ്പിച്ചു പറയണം, ചില അക്ഷരങ്ങൾ നേർപ്പിച്ചു പറയണം. അതൊരു സിഫത്താണ്. അക്ഷരത്തിൻ്റെ നേർപ്പിച്ചു പറയുക എന്നുള്ളതൊരു സിഫത്താണ്. തടിപ്പിച്ചു പറയുക എന്ന് പറഞ്ഞത് വേറൊരു സിഫത്താണ്. ഇങ്ങനെ അക്ഷരങ്ങളുടെ വ്യത്യസ്തമായ ശബ്ദ വ്യത്യാസങ്ങൾ. ഇനിയൊക്കെ എന്തിനാണ് അതൊക്കെ പഠിക്കുന്നത് ചില ആളുകൾ ചോദിക്കും. അത് രസമാണ്. ഏത് ഈ ചോദ്യം? എന്തിനാ അതൊക്കെ പഠിക്കുന്നത്? സിഫത്തുകളൊക്കെ അത്ര ശ്രദ്ധിക്കാൻ മാത്രമുണ്ടോ? അക്ഷരങ്ങളതിൻ്റെ മഖ്റജിൽ നിന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ എന്തൊക്കെ ചോദിക്കും ചില ആളുകൾ. ചോദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും, ശരി തന്നെയല്ലേ, അക്ഷരങ്ങളതിൻ്റെ മഖ്റജ് തെറ്റാതെ ഉച്ചരിച്ചാൽ പോരെ. മനസ്സിലായില്ല? ആരാ ഇവിടെ ശ്രദ്ധിക്കാതിരിക്കുന്നത്? നോക്കി, ചോദ്യം എന്താണ്? അക്ഷരങ്ങളുടെ മഖ്റജ് ശ്രദ്ധിച്ചു പറഞ്ഞാൽ പോരെ, സിഫത്തൊക്കെ എന്തിനാണ് ശ്രദ്ധിക്കണം? അതൊക്കെ അത്രമാത്രമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ. ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ. ഒരാൾ നിസ്കാരത്തിലേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതേണ്ടിടത്ത് അൽഹംദുലില്ലാഹി എന്ന് പറയേണ്ടിടത്ത് അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു. അൽഹംദുവിലെ ഹാഇന് പകരം അൽഹംദുലില്ലാഹി എന്ന് ഐൻ പറഞ്ഞു. എന്താ അയാളെ നിസ്കാരത്തിൻ്റെ അവസ്ഥ? അയാളെ ഫാത്തിഹൻ്റെ കഥ എന്താ? എന്ത്? അൽഹംദുവിലെ ഹാഇന് പകരം അൽഹംദു എന്ന ഐനാണല്ലേ പറഞ്ഞത്? അതന്നെ. അതിന് ഉസ്താദേ എന്താ കുഴപ്പം? മഖ്റജ് മാറിയിട്ടില്ലല്ലോ. മാറിയിട്ടില്ല. ഹാഉം ഐനും എവിടെയാ? തൊണ്ടയുടെ മധ്യഭാഗമാണ്. അപ്പോൾ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെയാണ് ഹാഉം വരുന്നത്, ഐനും വരുന്നത്. അപ്പോൾ മഖ്റജ് മാറിയിട്ടില്ല. പിന്നെന്തേ മാറി? പിന്നെ സിഫത്ത് മാറി.
അതുകൊണ്ട് അൽഹംദു എന്നുള്ളത് അൽഹംദു എന്നായപ്പോൾ സിഫത്ത് മാറിയ കാരണത്താൽ അക്ഷരം തന്നെ മാറി. ഹംദു വേറെയും അംദു വേറെയുമാണ് അല്ലേ? അൽഹംദു അൽഅംദു. ഇപ്പം മനസ്സിലായോ എന്തിനാണ് സിഫാത്ത് പഠിക്കുന്നത് എന്ന്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സിഫാത്തുൽ ഹുറൂഫ് പഠിക്കുക തന്നെ വേണം. സിഫാത്തുൽ ഹുറൂഫ് നമ്മൾ അറബി ലെറ്റേഴ്സ് ഉച്ചരിച്ചപ്പോൾ തന്നെ ആ രൂപത്തിൽ പറഞ്ഞു വന്നതുകൊണ്ട് നമുക്കിനി വേഗം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മഖ്റജിൽ നിന്ന് വരുന്ന, കേൾക്കണേ, ഒരു മഖ്റജിൽ നിന്ന് വരുന്ന വിവിധ അക്ഷരങ്ങളുടെ ശബ്ദം വ്യത്യാസമാകുന്നത് സിഫത്തുകൾ കൊണ്ടാണ്. സിഫത്തുകൾ മാറുന്നതനുസരിച്ചാണ്. ഒരു മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരം ഐൻ ഹ, ഐനിനുള്ള പല സിഫത്തും ഹാഇനില്ല, തിരിച്ചുമില്ല. ഇല്ലാത്തത് ചിലതൊക്കെ ഉണ്ട് താനും. അതോടുകൂടി രണ്ടും രണ്ടായി, മഖ്റജ് മാറാതെ. ഓക്കെ, അതിനാൽ സിഫത്തുകളെക്കുറിച്ച് മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. ഓക്കെ, ഇനിയൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കിയേ. സിഫത്തുകളുടെ കൂട്ടത്തിൽ 2 ഐറ്റം ഉണ്ട്. സിഫത്തുകളുടെ കൂട്ടത്തിൽ 2 ഐറ്റം ഉണ്ട്. ഒന്നിന് അറബിയിൽ പറയുക ലിദ്ദുള്ളത് എന്നാണ്. മറ്റേതോ ലിദ് ഇല്ലാത്തത്. ലിദ്ദുള്ളതും ലിദ് ഇല്ലാത്തതും. എന്താണ് ഈ ലിദ് എന്ന് പറഞ്ഞാൽ? ലിദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. ഓപ്പോസിറ്റ്, അതിൻ്റെ അറബിയാണ് ലിദ് എന്ന്. വിപരീതം എന്നൊക്കെ പറയില്ല, വിപരീതം. ഞാനൊരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കണേ. ഒറ്റ ഉദാഹരണം ഇപ്പോൾ പറയുള്ളേ. അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ വായ നിറച്ച് തടിപ്പിച്ചു പറയേണ്ടവയുണ്ട്. അങ്ങനെ കുറച്ച് അക്ഷരങ്ങളുണ്ട്. നമ്മൾ എല്ലാവർക്കും അറിയാൻ മതി അല്ലേ? ഹുസ്സലാഖത്തിൻ ഖിബ് ആണെന്ന്. ഓക്കെ, അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ വായ നിറച്ചു പറയേണ്ട അക്ഷരങ്ങളുണ്ട്. നേരെ ഓപ്പോസിറ്റ്, വായ നിറച്ചു പറയേണ്ടാത്ത അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അക്ഷരങ്ങളെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 2 പാർട്ടാക്കാം നമുക്ക്. വായ നിറച്ചു പറയേണ്ടവ, വായ നിറക്കാതെ നേർപ്പിച്ചു പറയേണ്ടവ. അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. മനസ്സിലായോ? അക്ഷരങ്ങൾ അങ്ങനെ 2 രൂപത്തിലുണ്ട്. അതിനാൽ ലിദ്ദുള്ളത് ലിദ്ദില്ലാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. തടിപ്പിച്ചു എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേർപ്പിച്ച് എന്നുള്ളതാണ്. തടിപ്പിച്ച അക്ഷരങ്ങളുണ്ട്, ഓപ്പോസിറ്റ് നേർപ്പിച്ച അക്ഷരങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇന്ന് ലിദ്ദുള്ള സിഫത്തുകളും അതിൻ്റെ പേരും ജസ്റ്റ് ഒന്ന് പഠിക്കലാണ്. ലിദ്ദുള്ള സിഫത്തുകളും അതിൻ്റെ പേരും സ്ക്രീനിൽ ശരിക്കും നോക്കണം എല്ലാവരും. ഹംസ്, അതിൻ്റെ ലിദ് ജഹ്ർ. ഷിദ്ദ, അതിൻ്റെ വിപരീതം റിഹ്ഉ. തവസ്സുത്ത്, അതിൻ്റെ 2 എന്താ പറയട്ടോ. ഇന്ന് നമ്മൾ പേരൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. 3 ഇസ്തിഅലാ. എന്താണ് ഇസ്തിഅലാ? അതിൻ്റെ ഓപ്പോസിറ്റ് ഇസ്തിഫാൽ. ഇസ്തിഫാൽ. അടുത്തത് ഇത്ബാഖ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻഫിതാഹ്. സുബ്ഹാനല്ലാഹ്. പേര് കേട്ടിട്ട് തല കറങ്ങരുതേ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതികളാണിത്. പക്ഷെ പേര് പറഞ്ഞ് സംഭവമാക്കിയതാണ്. സിഫാത്തുൽ ഹുറൂഫിൻ്റെ ക്ലാസ് തുടങ്ങട്ടെ. ഇത്ര സിമ്പിളാണോ സിഫത്ത് എന്ന് നമുക്ക് ബോധ്യമാവും. ഇത് വലിയൊരു സംഭവമാണല്ലോ, അപ്പോൾ കുറച്ച് സംഭവമാക്കി പറയണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെല്ലാം സിഫത്തുകൾ പറഞ്ഞു? സ്ക്രീനിലേക്ക് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയ. ഹംസുണ്ട്, വിപരീതം ജഹ്റുണ്ട്. ഷിദ്ദയുണ്ട്, അതിൻ്റെ വിപരീതം റിഹ്ഉണ്ട്, തവസ്സുത്തുണ്ട്. ഇസ്തിഅലാ ഉണ്ട്, അതിൻ്റെ വിപരീതം ഇസ്തിഫാലുണ്ട്. ഇത്ബാഖ് ഉണ്ട്, അതിൻ്റെ വിപരീതം ഇൻഫിതാഹ് ഉണ്ട്. ഇനി ചില അക്ഷരങ്ങൾക്ക് വിപരീതം ഉണ്ടാവില്ല. വിപരീതം ഉണ്ടാവില്ല. അതിൻ്റെ വിപരീതം ഇല്ലാത്തത് എന്താ? ഉണ്ടാകായിട്ട് തന്നെ അല്ലേ? ഉണ്ടാകായിട്ട് തന്നെ വിപരീതം. വിപരീതം ഉള്ള സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മുരട്, ശരിക്കും ശ്രദ്ധിക്കണം. നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ട് ശബ്ദം തടിപ്പിച്ചു ഉച്ചരിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ അറിയോ? നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയരാതെ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് ശബ്ദം നേർത്തതാവുക. ഇങ്ങനെ ഒരു വിപരീതം പറയാൻ ഇനി പറയുന്ന സിഫത്തുകൾക്കില്ല. വിപരീതമില്ലാത്ത സിഫത്തുകളുടെ ലിസ്റ്റ് കണ്ടുനോക്കി. ഖൽഖലഹ്, സഫീർ, തഫശി, ഇസ്തിഖാലഹ്,
ഓക്കെ, അപ്പം 4 പറഞ്ഞു. ഇതേ കുറച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, വേറെയും ഒരുപാട് സിഫത്തുകൾ പറയാൻ ബാക്കിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. സിഫാത്തുൽ ഹുറൂഫ്, എന്താ സിഫത്ത്, എങ്ങനെയാണ് സിഫത്ത്, വിപരീതമുള്ളതെന്ത്, ഇല്ലാത്തതെന്ത്, അവ ഏതെല്ലാം, വിപരീതമില്ലാത്ത സിഫത്തുകൾ ഖൽഖലഹ്, സഫീർ, തഫശി, ഇസ്തിതാല, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഈ സിഫാത്തിൻ്റെ പേരുകളൊക്കെ ഒന്ന് എന്താവണം, എല്ലാവരും ഓർത്തു വെക്കണം, മറക്കാതെ. ശരി, ഇനി നമുക്കിന്ന് അല്പം ഖുർആൻ ഓതാം ഇൻഷാ അല്ലാഹ്. തുടങ്ങല്ലേ? ഏത് സൂറത്താ? സൂറത്തു ഇബ്രാഹിം 42 മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال. നോക്കണേ, എല്ലാവരും നോക്കണേ. ഓക്കേ, ولا تحسبن الله غافلا عما يعمل الظالمون ولا تحسبن الله ولا تحسبن يرسل النون غافلا غين വായ നിറച്ചു പറയേണ്ടത്. عما يعمل الظالمون, എങ്ങനെ? അമ്മ യഅമലു അല്ല, عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. أوكي, إنما يؤخرهم ليوم تشخص فيه الأبصار. ليوم تشخص. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ. مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم. مهطعين, എങ്ങനെ? مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم. എങ്ങനെ? ഈ മുഹ്തിഈന എന്നൊക്കെ പറയുമ്പോൾ ത്വാഉം ഹാഉം മുഖ്നിഇ, മുഖ്നിയ അല്ല, മുഖ്നി ഇനെയോ മുഖ്നിഇ, ഖാഫിന്റെ ഖൽഖല. ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ വിപരീതമില്ലാത്ത സിഫത്തുകളുടെ കൂട്ടത്തിൽ ഖൽഖല. മുഖ്നിഇ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം ത്വർഫുഹും വഅഫ്ഇദതുഹും ഹവാ. എങ്ങനെ? وأفئدتهم هواء. وأنذر الناس يوم يأتيهم العذاب. وأنذر الناس, أوكي ليه؟ يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب.
ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, റബ്ബന അഖിർന, റാഇനെ നേർപ്പിച്ച് അഖിർന ഇലാ അജലിൻ ഖരീബ് നുജിബ് ദഅവതക, അങ്ങനെ നുജിബ് ദഅവതക വനത്തബിഇർ റുസുൽ അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലകും മിൻ സവാൽ മിൻ ഖബ്ലു മാ ലകും മിൻ സവാൽ وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. وسكنتم في مساكن الذين ظلموا أنفسهم وسكنتم إخفاء تاء في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال. باقي نجي فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. صدق الله العظيم. اوكي فلا تحسبن الله مخلف وعده رسله فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام. إن الله عزيز ذو انتقام. يوم تبدل الأرض غير الأرض والسماوات يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد. يومئذ مقرنين سرابيلهم من قطران وتغشى وجوههم النار. اللهم إنا نعوذ بك പടച്ചവനെ ഞങ്ങളെ ആരെയും നീ നരകത്തിലിടല്ലേ അല്ലാഹ്.
തദ്രീബ് കുടുംബത്തിലെ ഒരാളെയും അവരോട് ബന്ധപ്പെട്ടവരെയും നീ നരകത്തിൽ ഇടല്ലേ അല്ലാഹ്. സറാബീലുഹും മിൻ ഖത്റാനി വതഗ്ശാ വുജൂഹഹുമുന്നാർ ലിയജ്സിയ അല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത് ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. هذا بلاغ للناس ولينذروا به. هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. صدق الله العظيم. الله قبولك الله. സ്വീകരിക്കല്ലോ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലോ. ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലോ. ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് റാഹത്താക്കി തരണമല്ലോ. അല്ലാഹ് അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة